നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആട്ടിൻ തോലിട്ട ചെന്നായയാണ് തുർക്കി. എർദോഗാൻ യുദ്ധക്കൊതിയനും. ഇന്ത്യ പാക് യുദ്ധമുണ്ടാകണം, അതാണ് എർദോഗാൻ കണക്കുകൂട്ടുന്നത്. പാകിസ്ഥാന് ആയുധങ്ങൾ എത്തിച്ചുകൊണ്ട് ഇന്ത്യയുടെ മാറ് പിളർക്കാൻ തുർക്കി എല്ലാ സഹായങ്ങളും പാക് പട്ടാളത്തിന് നൽകുകയാണ്. എന്നാൽ തുർക്കിയുടെ ഈ കളി ആ രാജ്യത്തിന്റെ നാശത്തിനാണ്. എർദോഗാൻ കൈവിട്ട കളിക്ക് നിൽക്കുമ്പോൾ ഓർക്കണം, ഇന്ത്യയോടാണ് കളിക്കാൻ നിൽക്കുന്നത് എന്ന്. എർദോഗാന്റെ നിഴൽ യുദ്ധത്തെക്കുറിച്ച് അറിയാത്തവരല്ല ഇന്ത്യയിലുള്ളത്. തുർക്കി ഇരന്നു വാങ്ങാൻ നിൽക്കുകയാണ്. ലോകത്തേതെങ്കിലും ഒരു കോണിൽ യുദ്ധമുണ്ടാകണം, അത് മൂന്നാം ലോക മഹായുദ്ധമായി പരിണമിക്കണം. യുദ്ധക്കൊതിയൻ തുർക്കിയുടെ അടങ്ങാത്ത ആഗ്രഹം ഇതാണ്. യുക്രൈൻ റഷ്യ യുദ്ധം ആളിപ്പടർന്ന് മൂന്നാം ലോക മഹായുദ്ധമാകുമെന്ന് എർദോഗാൻ കണക്കുകൂട്ടി. എന്നാൽ ഒത്തില്ല. ഇസ്രയേൽ ഇറാൻ യുദ്ധമുണ്ടാകുമെന്ന് മനക്കോട്ട കെട്ടി, അതും നടന്നില്ല. ഇപ്പോൾ ഇന്ത്യ പാക് വിള്ളലിൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന നിലപാടാണ് എർദോഗാൻ സ്വീകരിക്കുന്നത്. തുർക്കി നാവികസേനയുടെ യുദ്ധക്കപ്പൽ പാകിസ്ഥാൻ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്നത് അത്ര നിസ്സാര വിഷയമല്ല. പാകിസ്ഥാന് എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങൾ ഒപ്പമുണ്ടാകും എന്നുള്ള തുർക്കിയുടെ പ്രഖ്യാപനം തന്നെയാണ് അത്. TCG ബ്യുഗോദ എന്ന കപ്പലാണ് ഞായറാഴ്ച കറാച്ചി തുറമുഖത്തെത്തിയത്. കപ്പൽ മെയ് 7-ാം തീയതി വരെ കറാച്ചി തീരത്തുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. ആയുധങ്ങളുമായാണ് കപ്പൽ എത്തിയിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ. ഇന്ത്യ പാക് പോർവിളി ആളിക്കത്തിക്കാനാണ് എർദോഗാൻ നീക്കം നടത്തുന്നത്. സൗഹൃദ സന്ദർശനത്തിന്റെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സഹകരണത്തിന്റെയും ഭാഗമായാണ് കപ്പൽ എത്തിയത് എന്നാണ് പാകിസ്ഥാൻ അധികൃതർ ഇപ്പോൾ പറയുന്നത്. തുർക്കിയുടെ കപ്പലിലെ ഉദ്യോഗസ്ഥർ പാകിസ്ഥാന്റെ നാവികസേന ഉദ്യോഗസ്ഥരുമായി വിവിധ വിഷയങ്ങളിൽ ആശയവിനിമയം നടത്തുമെന്ന് പാക് പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് തുർക്കി കപ്പൽ എത്തിയിരിക്കുന്നത് എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തുർക്കിയോട് ആയുധങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പാക് ഭരണകൂടം. അതുമായിട്ടാണ് കപ്പൽ എത്തിയതെന്ന് ഇന്ത്യയും ഉറച്ചു വിശ്വസിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തുർക്കി വ്യോമസേനയുടെ C-130 എയർക്രാഫ്റ്റും കറാച്ചിയിലെത്തിയിരുന്നു. അതിലും ആയുധങ്ങൾ ഉണ്ടായിരുന്നു. കാരണം തുർക്കി വിമാനം പോയതിനു ശേഷം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. പാക്കിന്റെ ആവനാഴിയിലേക്ക് ആയുധങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്. പ്രതിരോധ മന്ത്രി ഖ്വാജയുടേതായിരുന്നു ഈ വെല്ലുവിളി. അന്ന് തന്നെ ഇന്ത്യ ഉറപ്പിച്ചതാണ് തുർക്കി ആയുധങ്ങളുമായാണ് വിമാനങ്ങൾ അയച്ചതെന്ന്. തുർക്കിക്ക് നേരെ ഇന്ത്യ ഇടഞ്ഞപ്പോൾ ആയുധങ്ങളുമായി വന്നതല്ല, ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി കറാച്ചിയിൽ നിർത്തിയതാണെന്ന് കീച്ചി എർദോഗാൻ സ്ഥലം കാലിയാക്കിയിരുന്നു. പിന്നാലെയാണിപ്പോൾ തുർക്കിയുടെ യുദ്ധക്കപ്പൽ കറാച്ചിയിലെത്തിയിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായി പ്രതിരോധ മേഖലയിൽ പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ്. പാകിസ്ഥാന്റെ അന്തർവാഹിനികളുടെ നവീകരണത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നത് തുർക്കിയിലെ പ്രതിരോധ കമ്പനികളാണ്. ഡ്രോണുകൾ പോലെയുള്ള സൈനിക ഉപകരണങ്ങൾ തുർക്കിയിൽ നിന്ന് പാകിസ്ഥാന് ലഭിക്കുന്നുമുണ്ട്. പഹൽഗാം ആക്രമണത്തിനുള്ള ഇന്ത്യയുടെ തിരിച്ചടി ഏതു നിമിഷവും ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പലവിധ പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിയന്ത്രണ രേഖയിൽ തുടർച്ചയായി ഓരോ ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 8 ഭാഗത്തായിരുന്നു വെടിവെപ്പ് നടന്നത്. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ കൂടെയാണിപ്പോൾ വീണ്ടും പ്രകോപനം തുടർന്നുകൊണ്ട് തുർക്കിയുടെ കപ്പൽ കറാച്ചി തീരത്തെത്തിയത്. ഇതിന് പിന്നിൽ എന്താണ് നടന്നിരിക്കുന്ന കച്ചവടമെന്ന് ഇപ്പോൾ നിരീക്ഷിക്കുകയാണ് IB സംഘങ്ങൾ. പാക്കിന് ആയുധ സഹായങ്ങൾ നൽകി ചോര കുടിക്കുകയാണ് തുർക്കി. എർദോഗാൻ ഭരണകൂടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യക്ക് നേരെ ആവശ്യം ശക്തമാകുകയാണ്. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന തുർക്കിയുമായുള്ള സഹകരണം തുടരുന്നതിൽ ഇന്ത്യക്ക് ദേശീയ സുരക്ഷാ വിദഗ്ധരിൽ നിന്ന് ഇപ്പോൾ വിമർശനങ്ങൾ വരുന്നുണ്ട്. കശ്മീർ വിഷയത്തിൽ പാക് നിലപാടിനെ തുടർച്ചയായി ന്യായീകരിക്കുന്ന തുർക്കിയുടെ നയമാണ് രൂക്ഷ വിമർശനത്തിന് കാരണമാകുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയായ ഇൻഡിഗോയും ടർക്കിഷ് എയർലൈൻസും തമ്മിലുള്ള കോഡ് ഷെയർ കരാറ് പ്രകാരം തുർക്കിക്ക് വലിയ ലാഭമുണ്ടാകുന്നു എന്നതാണ് നിലവിൽ വിമർശനം രൂക്ഷമാകാൻ കാരണമാകുന്നത്. ഇൻഡിഗോയും ടർക്കിഷ് എയർലൈനും സംയുക്തമായി 30-ലധികം സർവീസുകളാണ് അമേരിക്ക, യൂറോപ്പ് ലക്ഷ്യമാക്കി നടത്തുന്നത്. എന്നാൽ ഈ പങ്കാളിത്തത്തിൽ കൂടുതൽ ലാഭം നേടുന്നത് ടർക്കിഷ് എയർലൈൻ ആണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്.
ഇന്ത്യയുടെ ഈ സമീപനമാണ് രൂക്ഷ വിമർശനത്തിനിടയാക്കിയിട്ടുള്ളത്. ഇന്ത്യ ഗൗരവമുള്ള രാജ്യമല്ലെന്നും പാമ്പുകൾക്കാണ് രാജ്യം പാൽ നൽകുന്നത്, അപ്പോൾ തിരിച്ച് പാമ്പ് കടി ഏൽക്കുന്നതിൽ അത്ഭുതമില്ല എന്നാണ് മുതിർന്ന ഗവേഷകനായ സുശാന്ത് സരീൻ വിമർശിച്ചത്. രാജ്യം സഹായിക്കുന്ന സുഹൃത്തുക്കളെ അവഗണിക്കുന്നു. തുർക്കി പോലുള്ള രാജ്യങ്ങൾ അവരുടെ വിദ്വേഷം ഉപേക്ഷിക്കും എന്ന് നാം സ്വയം ഭ്രമിക്കുന്നു. അവർ നമ്മളിൽ നിന്ന് ലാഭം നേടിയ ശേഷം നമ്മെ തന്നെ പിന്നിൽ നിന്ന് കുത്തുന്നുവെന്നാണ് സുശാന്ത് സരീൻ വിശദമാക്കിയത്. നവം ക്യാപിറ്റൽ ഉടമയായ രാജീവും രാജ്യത്തിന്റെ നിലപാടിൽ വിമർശനം ഉയർത്തുന്നുണ്ട്. 4 വർഷങ്ങൾക്ക് മുൻപ് ബെയ്ദർ ഡ്രോണുകൾ പാകിസ്ഥാനാണ് നൽകുകയെന്നും ഇന്ത്യക്ക് അല്ല എന്നും വിശദമാക്കിയ രാജ്യമാണ് തുർക്കിയെന്നും രാജീവ് പറഞ്ഞു. ഇതേ ഡ്രോണുകൾ ബംഗ്ലാദേശിനും തുർക്കി നൽകി. എന്നാൽ ഇന്ത്യ എന്താണ് ചെയ്യുന്നത്? രാജ്യത്തെ എയർലൈനുകൾക്ക് ടർക്കിഷ് എയർലൈനുകളുമായി സംയുക്ത സർവീസ് നടത്താൻ അനുമതി നൽകുന്നുവെന്നാണ് രാജീവും വിമർശനം ഉന്നയിച്ചത്. കോഡ്ഷെയർ കരാർ യാത്രക്കാർക്ക് ഇതിൽ ഏത് വിമാന കമ്പനിയിലൂടെയും ബുക്കിംഗ് നടത്തുകയും ന്യൂയോർക്ക്, ബോസ്റ്റൺ, ചിക്കാഗോ, സാൻ ഫ്രാൻസിസ്കോ, ഹ്യൂസ്റ്റൺ, അറ്റ്ലാന്റ തുടങ്ങിയ പ്രധാന US നഗരങ്ങൾ ഉൾപ്പെടുന്ന ഗതാഗത ശൃംഖലയിലായി യാത്ര ചെയ്യാൻ സാധിക്കും. 2024 ഡിസംബർ വരെ ഇൻഡിഗോയ്ക്ക് 9 അന്താരാഷ്ട്ര എയർലൈൻ കമ്പനികളുമായി സമാനമായ കരാറുകൾ ഉണ്ടായിരുന്നു. ഞായറാഴ്ച 6 ടർക്കിഷ് സൈനിക ഗതാഗത വിമാനങ്ങൾ പ്രതിരോധ സാമഗ്രികളുമായി പാകിസ്ഥാനിൽ എത്തിയിരുന്നു. ഇതിനുശേഷമാണ് തുർക്കിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇന്ത്യ വിച്ഛേദിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു വന്നത്. ഒരു നന്ദിയുമില്ലാത്ത രാജ്യമാണ് തുർക്കിയെന്നും എർദോഗാൻ പതിയിരുന്ന് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താൻ കോപ്പുകൂട്ടുകയാണെന്നും കശ്മീരിനു വേണ്ടി പാകിസ്ഥാനെ കുത്തിയിളക്കി വിടുന്നത് എർദോഗാൻ ആണ് എന്നുമുള്ള വിമർശനങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് തുർക്കി ചെയ്യുന്നത് ഇന്ത്യയുമായി സഹകരണം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പലതും ചെയ്തു കൂട്ടുകയും എന്നാൽ പാകിസ്ഥാന്റെ തീവ്രവാദത്തിന് വെള്ളവും വളവും നൽകുന്ന സമീപനമാണ്. ഇത്തരത്തിൽ ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തുന്ന തുർക്കിയെ ഒരു തരത്തിലും ഇന്ത്യ പിന്തുണയ്ക്കേണ്ട കാര്യമില്ലെന്നും തുർക്കിയുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുകയാണ് ചെയ്യേണ്ടതെന്നും ഇപ്പോൾ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ കേന്ദ്ര സർക്കാരിന് നേരെ സമ്മർദ്ദങ്ങൾ ശക്തമാകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.